Hi guys, welcome back to Python Basics class. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊജക്റ്റ് ആണ്. ഒരു സ്റ്റോൺ പേപ്പർ സ്റ്റേഷൻ എന്നുള്ള ആ ഒരു ഗെയിമിന്റെ ഒരു പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനോട് ആ ഒരു ഗെയിം കളിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഡയറക്റ്റ് കോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നോക്കാം. ഇത് എന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇവിടെയൊക്കെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, ചില പോർഷനിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഡയറക്റ്റ് എന്റെ കോഡിന്റെ ഇത് നോക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ അഭിപ്രായം വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിക്കുക. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ മാത്രം എന്റെ കോഡ് നോക്കാം, എന്റെ വിശദീകരണം, എന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യൽ സ്കോർ എന്താണ്, 0 ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു, സ്റ്റോൺ ചൂസ് ചെയ്യുന്നു. യെസ്, കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അതിൽ ആ ഒരു ലാഗ് കാണാൻ പറ്റും. കമ്പ്യൂട്ടർ ഇന്നത്തെ ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടറിന്റെ ആക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ സെലക്ട് ചെയ്തത്, സ്റ്റോൺ ആയിരുന്നു. യൂസറും കമ്പ്യൂട്ടറും സ്റ്റോൺ ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ എന്താണ് ആക്ച്വലി റിസൾട്ട്, ഗെയിം റിസൾട്ട് എന്താണ്, ഡ്രോ ആണ്. നെക്സ്റ്റ് എന്താണ്, എനിക്ക് എന്ത് ചെയ്യണം ചോദിക്കുന്നുണ്ടോ, കണ്ടിന്യൂ ചെയ്യണം, എക്സിറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം, സി നിൽക്കുന്നു കണ്ടിന്യൂവിന്. അതിനുശേഷം എന്താ വീണ്ടും ചോദിക്കുന്നു, ഞാൻ വീണ്ടും സ്റ്റോൺ തന്നെ സെലക്ട് ചെയ്യുന്നു. സെയിം. ഇപ്പൊ ആരാണ്, യെസ്, കമ്പ്യൂട്ടർ എന്താ സെലക്ട് ചെയ്തത്, എന്തായിരുന്നു, സ്റ്റോൺ അല്ല സിസർ ആയിരുന്നു. സോ എന്തായിരിക്കും ആ ഒരു ഞാനായിരിക്കും വിൻ ചെയ്യുക. ഓക്കെ, എഗെയിൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പേപ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഡ്രോ ആണ്, രണ്ടാമത് പേപ്പറാണ് സെലക്ട് ചെയ്തത്. വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു, പേപ്പർ തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അഗെയിൻ ഡ്രോ, സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇന്ന് വീണ്ടും പേപ്പർ നമുക്ക് സ്റ്റോൺ സെലക്ട് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഡ്രോ, വീണ്ടും നമുക്ക് നോക്കാം, സ്റ്റോൺ, അഗെയിൻ ഡ്രോ. നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായി മാറി, കമ്പ്യൂട്ടർ എന്താ സെലക്ട് ചെയ്തത്, ആരും വിജയിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറാണ് വിജയിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. എക്സിറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫൈനൽ എന്താണ്, സ്കോർ 1-1 ആണ്. എന്താണ്, കളി ഡ്രോ ആയി, ഗെയിം ഡ്രോ ആയി മാറി. ഓക്കെ, ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആവുന്നത് മാത്രം എന്റെ കോഡ് നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ അത് അതിന്റെ കോഡ് എഴുതാനെല്ലാം നോക്കാം, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനെല്ലാം നോക്കാം. നിങ്ങൾ അതിന്റെ ഫൈൻഡ് ഔട്ട് ഓൾറെഡി കണ്ടു, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ യൂട്ടിലിറ്റി പൈനറ്റിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്സ്, എന്തൊക്കെ ആക്ഷൻസ് ആണുള്ളത്, സ്റ്റോൺ പേപ്പർ സിസർ ഇത്തിരിയാണല്ലോ. പിന്നെ അതിന്റെ ഈ ആ നിങ്ങൾ കണ്ട ഔട്ട്പുട്ടിൽ കണ്ട ആ ഒരു ഫിംഗർ ജസ്റ്റ് ഒരു കുറച്ചും കൂടി അനിമേറ്റ് ആകാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഫിംഗറും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി ഞാൻ യൂട്ടിലിറ്റി ഡോട്ട് ഫയൽ ഉള്ളത്. പിന്നെ ബാക്കി നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ഡോട്ട് ഫയൽ ബാക്കിയെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം, റൺ യൂട്ടിൽസ് ഇമ്പോർട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടൈപ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളതും പിന്നെന്താണ്, പിന്നെ നമുക്ക് ഇത്രയും ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രശ്നം ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഈ സ്റ്റാർ എന്ന് കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് എന്ത് ആക്സ് ചെയ്യാൻ പറ്റും, ഇപ്പം പേപ്പർ ഫിഗറിൽ സിമ്പിൾ ആയിട്ട് ആക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ കണ്ടു, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ആക്ച്വലി ലൂപ്പ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു ഐ മീൻ ഒരു ഇൻഫിനിറ്റി ലൂപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അത് ഇൻഫിനിറ്റി വരെ ആ ഒരു സംഭവം വർക്ക് ചെയ്യാൻ പറ്റും. വെച്ചാൽ നിങ്ങൾ കാണാൻ കണ്ടിട്ടുണ്ടാകും, അതിൽ ഓരോ പ്ലേ ചെയ്ത് കഴിയുമ്പോഴും അത് യൂസർക്ക് എക്സിറ്റ് ആവണില്ല, കണ്ടിന്യൂ ആവണില്ല ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. വെച്ചാൽ ആ ഇൻഫിനിറ്റി ലൂപ്പ് പോലെ വർക്ക് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടീഷൻ വഴി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൽ ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. സോ അതിന് മുമ്പായിട്ട് കുറച്ച് വേരിയബിൾസ് നമുക്ക് ഐ മീൻ ഡിഫൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ യൂസർ സ്കോർ, യൂസറുടെ സ്കോർ എത്രയാന്നുള്ളതും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സ്കോർ. ഓക്കെ, രണ്ട് സ്കോറാണ് നമ്മൾ ഫൈനലി ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു കമ്പ്യൂട്ടർ ബേസ്ഡ് പൈത്തൺ ഗെയിം. ഓക്കെ, അതില്ലേ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം,
നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഗെയിമിന്റെ ഫംഗ്ഷനാലിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ വൈൽ ട്രൂ, ഞാൻ ഇവിടെ ട്രൂ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സംഭവം ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കറിയാലോ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ്. സോ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലോക്കിലുള്ള എല്ലാ കോഡ് എന്ത് ചെയ്യും, പിന്നെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ ഞാൻ ഈ ഒരു ഫംഗ്ഷന് ബ്രേക്ക് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് യൂസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, ബ്രേക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വരെ ഈ ഒരു വൈൽ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ആയി തോന്നുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ ഫാൾസ് എന്ന് കൊടുത്തല്ലോ, ട്രൂ എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു വേരിയബിൾ നേരെ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു എപ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ സമയത്ത് മീൻ യൂസർ എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് എന്തായാൽ മതി, ഈ സ്റ്റാർട്ട് എന്നുള്ള എന്താക്കിയാൽ മതി, ഫോൾസ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്താവും, ഈ ഒരു ഇതിൽ നിന്ന് എന്താവും, എക്സിറ്റ് ആയിക്കോളും. സോ നമ്മൾ ആക്ച്വലി ഇപ്പൊ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ആ ഒരു ട്രൂ എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് എന്താണ് എനിക്ക് വേണ്ടത്, നെക്സ്റ്റ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, യൂസറിനോട് ചോദിക്കണം എന്ത്, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് അവർ ഓരോ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂസറിനോട് ചോദിക്കുന്നുണ്ട് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം അഥവാ എക്സിറ്റ് ചെയ്യണമെന്നുള്ളത്. സോ അതിന്റെ ആദ്യം യൂസറോട് ചോദിക്കണം. ഓക്കെ അപ്പൊ എന്താ, നമുക്ക് ആദ്യം അത് ചോദിക്കാം എന്ന് വെച്ചാൽ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട്, ഐ മീൻ യൂസർ ആക്ഷൻ ഒക്കെ നമുക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻപുട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡു യു വാണ്ട് ടു, അല്ലെങ്കിൽ ടു കണ്ടിന്യൂ പ്ലസ് വൈ സി ആൻഡ് ടു എക്സിറ്റ് പ്ലസ് എക്സ്. ഓക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ നമുക്ക് കണ്ടീഷൻ ഒക്കെയാണ്, അഥവാ യൂസർ സിയാ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അല്ല ഐ മീൻ എക്സാ നിൽക്കുന്നത് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഗെയിം എന്ത് ചെയ്യണം, എക്സിറ്റ് ചെയ്തിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു കണ്ടീഷൻ ഒക്കെ. അപ്പൊ കണ്ടീഷൻ എന്താ യൂസ് ചെയ്യണമല്ലോ, കാരണം ഈ ആക്ഷനിൽ യൂസർ ആക്ഷനിൽ കുറെ ഇത് വരുന്നുണ്ട്, കുറെ അല്ല, യൂസർ കൊടുക്കുന്ന രണ്ട് വേരിയബിൾ അത് കണ്ടീഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ആക്ഷൻ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് ഈ യൂസർ ആക്ഷൻ എന്തിനോട് ഈക്വൽ ആയാല് എക്സ്, എന്നാ എക്സിനോട് ഈക്വൽ ആയ യൂസർ എന്താ ഉദ്ദേശിക്കുന്നത്, എക്സിറ്റ് ആണെന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായി ഇവിടെ എന്ത് ചെയ്യാം, ബ്രേക്ക് കൊടുക്കാം. ഓക്കെ അപ്പം പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ സി എന്നുള്ളത് ഇഫ് കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്, സി അഥവാ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് യൂസ് നമ്മൾ വർക്ക് ചെയ്താൽ മതി. ഈ ഒരു എക്സ് എന്നുള്ള കൊടുക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഇഫ് കണ്ടീഷൻ റൺ ആവുള്ളൂ അഥവാ എക്സിറ്റ് ആവുള്ളൂ. എല്ലാ സമയത്തും എന്താവും, ഇതെന്താവും, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് എന്താവും, നേരെ താഴോട്ടേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ അല്ലേ. ഇനിയിപ്പോ എന്തായി, നമുക്ക് എന്തായി, ഫസ്റ്റ് യൂസറിനോട് ചോദിച്ചു എന്താണ് കണ്ടിന്യൂ ചെയ്യണോ അല്ല വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ ഓക്കെ ഇനി അടുത്ത് എന്താണ്, യൂസറിനോട് പറയണം എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത്, നമ്മളെ ഏത് ടൈപ്പ് ആക്ഷനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം, സ്റ്റോൺ ഓർ പേപ്പർ ഓർ സീസൺ, ആ ഒരു സംഭവം. ഓക്കെ ചൂസ്, ഐ മീൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. പ്രിന്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അല്ല നമുക്ക് ഈ ഒരു വേരിയബിൾ നമുക്കൊന്ന് മാറ്റാം കേട്ടോ. വൺ പിന്നെ അത് വേറെ യൂസ് ചെയ്യാൻ വൺ ടു എക്സിറ്റ് ചെയ്യണോ, അതെന്താണ് എക്സ് ആണെങ്കിൽ ഇവിടെ. ഇപ്പൊ എന്താണ് ഇതിനകത്തത് യൂസർ ആക്ഷൻ, എന്നിട്ട് നമുക്ക് അതിൽ നമുക്ക് എന്തെടുക്കാം, ഇൻപുട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓക്കെ ഇത് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് എന്താ വേണ്ടത്, എന്തൊക്കെയാ ഉള്ളത്, 3 ടൈപ്സ് ആണോ ഉള്ളത്, നമുക്കത് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ നമുക്കിവിടെ വർക്ക് ചെയ്ത് കൊടുക്കാം. ചൂസ് വൺ ഓഫ് ദ ടൈപ്പ് എന്നിട്ട് കൊടുക്കാം. എന്താണ് ഫസ്റ്റ് എന്താണ്, വൺ ഫോർ പേപ്പർ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് ഓൾറെഡി നമുക്ക് എന്തുണ്ട്, ഒരു യൂട്ടിലിറ്റി ഫയൽ ഉണ്ട്, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആവും. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ കൊടുക്കണ്ട, നമുക്ക് ഇവിടെ ആക്ച്വലി എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ choose one of the option.
ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് വഴി എയിലേക്ക് ട്രാവൽ ചെയ്യാം. നമുക്ക് ആ ടൈപ്സ് ഫോർ ടൈപ്പ് ഇൻ ടൈപ്സ്. അപ്പൊ എന്താ, ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ ഓരോ ടൈപ്പിലൂടെ അത് എന്ത് ചെയ്യും, ഐട്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതിൽ നമുക്ക് ടൈപ്പ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ എന്ത് കൊടുത്തായിരുന്നു, 1 എന്ന് കൊടുത്തിട്ടാണ് എന്ത് കൊടുത്തത്, നമ്മൾ സ്റ്റോൺ. അതേപോലെ നെക്സ്റ്റ് ആണ് കൊടുത്തിട്ടാണ് എന്ത് കൊടുത്തത്, നമ്മൾ സിസേഴ്സ് എന്ന് കൊടുത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇൻഡെക്സ് കിട്ടണം, ഈ 1 2 അത് നമ്മൾ ഇന്നലെ ചെയ്ത കേസില്ലേ, ആ സെയിം ലോജിക്കിനെ ഇവിടെ യൂസ് ചെയ്യും. എന്ത്, ഇനമറേറ്റ് എന്നൊക്കെ ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ. ഓക്കെ, എന്താണ്, ഐയും കിട്ടും, അതേപോലെ അതിൽ നിന്ന് ഓരോ വാല്യൂ. സോ നമുക്ക് ഐ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എന്ത് ചെയ്യാം, എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് i+1 ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് എന്നുള്ള കൊടുക്കാം. ഓക്കെ അല്ലേ. ഇപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടും. ഇത് എന്ത് ചെയ്യണം, ഇനി അതിന് ശേഷം നമുക്ക് പറയാം to choose option press the index number. ഓക്കെ അല്ലേ. ഓക്കെ, ഇതായല്ലോ. ഇനി എന്താ, യൂസർ ഏതെങ്കിലും ഒരു ഇത് സെലക്ട് ചെയ്യും. ഓക്കെ ഓക്കെ, യൂസർ സെലക്ട് ചെയ്തല്ലോ. യൂസർ ഏതെങ്കിലും ഒരു ആക്ഷൻ സെലക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, യൂസർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യണം. അപ്പൊ വെച്ചാൽ ഈ ഒരു ആക്ഷൻ ഉണ്ടോ, ഇതിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ സെലക്ട് ചെയ്യണം കമ്പ്യൂട്ടർ. വെച്ചാൽ അത് ഒരിക്കലും റാൻഡം ആയിരിക്കണം, അല്ലാണ്ട് നമ്മൾ മാനുവലി ഇപ്പൊ 0 അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. റാൻഡം ആയിട്ടുള്ള എന്ത് ചെയ്യണം, റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ഈ 3 ഏതെങ്കിലും ഒരു വാല്യൂ ആദ്യം സെലക്ട് ചെയ്യണം, കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്താക്കണം എന്ന് വെച്ചാല്, നമ്മള് ഇവിടെ ഇപ്പം അതിന് മുമ്പായിട്ട് ഇപ്പൊ നമ്മൾ യൂസർ ആക്ഷനിൽ കണ്ടോ, ഇവിടെ ആക്ച്വലി എന്താണുള്ളത്, നമ്പർ ആണുള്ളത്. അത് നമുക്ക് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണം. നമുക്കത് യൂസർ ടൈപ്പ് ചെയ്താണ് ഇതിലെ ഇതിലത്തെ വാല്യൂ ആയിട്ട് കിട്ടണം. ആ ഒരു സ്റ്റോണിലോ അല്ലെങ്കിൽ പേപ്പറിലോ സീസറിനുള്ളതോ. ഓക്കെ, അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. 1 എന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇപ്പം യൂസർ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും, സെലക്ടഡ് ടൈപ്പ്. എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ടൈപ്സ് എന്നുള്ള ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് എടുക്കേണ്ടി വരും, യൂസർ ആക്ഷൻ എടുക്കേണ്ടി വരും. ഈ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇത് ആക്ച്വലി ഇൻഡിജർ ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് ഈ യൂസർ ആക്ഷനെ നമ്മൾ ഇതിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ യൂസർ സെലക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യാൻ കുറച്ചും കൂടി ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ടു ചൂസ് ദ ഓപ്ഷൻ പ്രസ് ദ എൻ്റർ ദ അങ്ങനെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ എൻ്റർ ദ നെയിം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇതിന്റെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടിയ ഒരു ഓപ്ഷൻ കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ത് ചെയ്യണം, നമുക്ക് കമ്പ്യൂട്ടർ ആക്ഷൻ നമുക്കുണ്ട്. ഓക്കെ ഓക്കെ, കമ്പ്യൂട്ടർ ആക്ഷൻ. ഇവിടെയാണ് നമ്മൾ ഇനി അടുത്ത ഒരു കാര്യം പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലിസ്റ്റിൽ റാൻഡം ആയിട്ട് സംഭവം സെലക്ട് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുക, ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഈ സംഭവം അറിയില്ല, പക്ഷെ ഇങ്ങനത്തെ റിക്വയർമെന്റ്സ് നിങ്ങളുടെ പ്രൊജക്റ്റിൽ വന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു റിക്വയർമെന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ചാറ്റ് ജിപിടി പോവാം. ഇപ്പൊ ചാറ്റ് ജിപിടി നല്ലൊരു ഓപ്ഷൻ ആണ്. ഞാനിപ്പോ ഈ സംഭവമൊക്കെ ചാറ്റ് ജിപിടി നിർത്തിയാണ് കേട്ടോ, മാനേജ് ചെയ്തല്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചാറ്റ് ജിപിടിനോട് ചോദിക്കാം ഇത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ റിക്വയർമെന്റ്സ് എന്താണ്, എനിക്ക് ലിസ്റ്റിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു സംഭവം ചൂസ് ചെയ്യണം. അപ്പൊ അതെനിക്ക് ഇൻ പൈത്തൺ അത് എനിക്ക് എന്ത് ചെയ്യാം, ചോദിച്ചു നോക്കാം, അത് എങ്ങനെയാ പറയുന്നത് നമുക്ക് നോക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ആ സംഭവം ചോദിക്കുകയാണ്. I want to choose a random item from a Python list. How can I implement? ഇതൊക്കെ എങ്ങനെ ചെയ്ത് നോക്കാം. ഉണ്ടോ വെച്ചാല് പറഞ്ഞു അപ്പം ഇങ്ങനത്തെ ഒരു ലൈബ്രറി ഉണ്ട്, റാൻഡം എന്നിട്ടുള്ള ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ചോയ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു വേരിയബിള് ആ ഒരു ആ ഒരു ലിസ്റ്റ് നമ്മൾ പാസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റാൻഡം ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ആഡ് തരും ഈ ഒരു ഇതിൽ നിന്ന് റിട്രീവ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്തായി, ഇപ്പൊ എനിക്ക് ആ റിക്വയർമെന്റ്സ് എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായി, കാരണം ചാറ്റ് ജിപിടി യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് റാൻഡം. ഓക്കെ, അതിനുശേഷം എന്താക്കണം, റാൻഡം
ഡോട്ട് ചോയ്സ്. ഓക്കെ, ചോയ്സ് അതിലെന്താണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ടൈപ്സ് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കമ്പ്യൂട്ടർ ആക്ഷൻസ് കിട്ടും. ഓക്കെ, കമ്പ്യൂട്ടർ ആക്ഷൻസ് കിട്ടില്ലേ? കമ്പ്യൂട്ടർ ആക്ഷൻസ് കിട്ടി. ഇനി അടുത്ത എന്ത് ചെയ്യണം? നമ്മൾ ഇനിയാണ് നമ്മളെ മെയിൻ ലോജിക് ഇടുന്നത്. ഐ മീൻ ഇപ്പം ഇപ്പൊ നമുക്ക് എന്ത് രണ്ട് ആക്ഷൻസ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇപ്പം കമ്പ്യൂട്ടറും ഇപ്പൊ സ്റ്റോണും പേപ്പറും ആണെങ്കിൽ ആർക്കാണ് പോയിന്റ് പോവുക, അതേപോലെ സീസേഴ്സും സ്റ്റോണും ആർക്കാണ് പേപ്പർ പോവുക, ഇതൊക്കെ ഇവിടെ വരുന്നത് ഫുൾ ലീഫ് കണ്ടീഷൻ, ലീഫും ലീഫ് കണ്ടീഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത മെയിൻ ലോജിക് എവിടെയാണ് വരുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്പൊ നമ്മളെ ഈ ഒരു യൂസർ സ്കോറും ആ കമ്പ്യൂട്ടർ സ്കോറും അത് നമുക്ക് എന്ത് ചെയ്യണം? ഷോക്കേസ് ചെയ്യണം, അത് കാണിക്കാം. അപ്പൊ നമുക്ക് എവിടെ കാണിക്കാം? വാണ്ട് ടു എക്സിറ്റ് ഇൻപുട്ട് ടു കണ്ടിന്യൂ. നമുക്ക് നല്ലൊരു എവിടെയായിരിക്കും ബെറ്റർ കാണിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണിക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? കറണ്ട് സ്കോർ ഈസ് എഫ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ യൂസർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഒരു കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് സ്കോർ കാണിക്കും. ഓക്കെ, എന്ത് ചെയ്യും? പ്രിന്റ് ചൂസ് വൺ ഓഫ് ദ ഓപ്ഷൻ കൊടുത്തിട്ട് യൂസർ ഇതാക്കും, യൂസർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്തായി കിട്ടി? ഇനിയാണ് നമ്മൾ മെയിൻ കാര്യം. എന്താണ്? നമ്മളെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇപ്പൊ യൂസർ ഇന്നതാണെങ്കിൽ കമ്പ്യൂട്ടർ ഇന്നതാണെങ്കിൽ ഇതിനകത്ത് സ്കോർ കിട്ടും, ആ രീതിയിൽ. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് ഈ എന്ത് ചെയ്യും? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? യൂസർ ആക്ഷൻ ഈക്വൽ ടു എന്താണ്? ഇപ്പൊ ഏതെങ്കിലും ഒരു ഇത്, ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോൺ ആണ് വിചാരിക്കും, സ്റ്റോണും ആൻഡ് എന്താണ്? യൂസർ ആക്ഷന് സ്റ്റോണും കമ്പ്യൂട്ടർ ആക്ഷൻ വേറെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആർക്ക് കൊടുക്കണം? ആർക്കാണ്? ഏതാണ് ശരിക്കും സ്റ്റോണിനും? ഇപ്പൊ സ്റ്റോൺ ആണ് യൂസർ സെലക്ട് ചെയ്തതെങ്കിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത ഏതായിരുന്നെങ്കിൽ വെച്ചാല് കമ്പ്യൂട്ടർ ആക്ഷൻ ഈക്വൽ ടു സ്റ്റോൺ. അഗെയിൻ അവർ രണ്ടാളും സ്റ്റോൺ ആണ് സെലക്ട് ചെയ്ത് എന്തായിരിക്കും? സ്കോർ ഇല്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നു? പാസ് ആയി പോ. ഐ മീൻ ഇവിടെ നമുക്ക് സ്കോർ രണ്ടും സെയിം ആണെങ്കിൽ സ്കോർ ഇല്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ ഒരു കണ്ടീഷൻ ഇവിടെ എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യാൻ കഴിയല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ വേറൊരു ആക്ഷൻ കൊടുക്കാം. ഐ മീൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആക്ഷൻ. ഇപ്പൊ ഇവിടെ പേപ്പർ ആണെങ്കിൽ ഇപ്പം യൂസർ ആക്ഷൻ സ്റ്റോൺ, യൂസർ സ്റ്റോണും കമ്പ്യൂട്ടർ പേപ്പറും പിടിച്ചാൽ ആർക്കാണ് മാർക്ക്? കമ്പ്യൂട്ടറിനാണല്ലോ. അപ്പൊ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സ്കോർ എന്ത് ചെയ്യും? നമ്മളിവിടെ പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കും. അടുത്ത കണ്ടീഷൻ എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടർ സ്റ്റോണ് യൂസർ പേപ്പർ ആണെങ്കിൽ ആർക്ക് മാർക്ക്? യൂസർ സ്കോർ പ്ലസ് ഈക്വൽ ടു 1. ഇനി അടുത്ത് എന്താ വരാൻ ചാൻസ് ഉള്ളത്? കോമ്പിനേഷന് സ്റ്റോണും പേപ്പറും. അതിനടുത്ത് സ്റ്റോൺ സിസേഴ്സ്. ഓക്കെ, നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ടൈം. ഓക്കെ, സ്റ്റോൺ അതേപോലെ അതാണ് സിസേഴ്സ്. ഓക്കെ, ഇപ്പം യൂസർ സ്റ്റോണും കമ്പ്യൂട്ടർ സിസേഴ്സും പിടിച്ച ആർക്കാ സ്കോർ? യൂസറിനാ സ്കോർ. അടുത്തത് സ്റ്റോണ് സോറി, സിസേഴ്സ് ആര് പിടിച്ചു? യൂസർ പിടിച്ചു. സ്റ്റോൺ ആര് പിടിച്ചു? കമ്പ്യൂട്ടർ പിടിച്ചാൽ കമ്പ്യൂട്ടറിനാണ് സ്കോർ കിട്ടുക. ഓക്കെ, അപ്പൊ 4 കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഓരോ കണ്ടീഷൻ ബാക്കിയുണ്ടോ? ഇനി പേപ്പറും സിസേഴ്സും ഉണ്ടല്ലേ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പേപ്പറും സിസേഴ്സും ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? പേപ്പർ. ഇപ്പൊ യൂസർ പേപ്പറും സിസർ കമ്പ്യൂട്ടർ ആണെങ്കിൽ ആർക്കാ സ്കോർ? കമ്പ്യൂട്ടറിനല്ലേ. ഗെയിം അറിയല്ലോ ആ സംഭവം. ഓക്കെ, അതേപോലെ തന്നെ പേപ്പർ ആര് പിടിച്ചു? കമ്പ്യൂട്ടർ പിടിച്ച ആർക്കാ സ്കോർ? യൂസറിനാ സ്കോർ. ഓക്കെ, അപ്പൊ എന്തായി? നമ്മൾ ഇവിടെയാണ് നമ്മളെ മെയിൻ ലോജിക്ക് വരുന്നത്. അപ്പം അതെന്തായി? സംഭവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സംഭവം വെച്ചാല് ഇപ്പൊ യൂസർ സ്റ്റോൺ പിടിച്ചു ആൻഡ് അതേപോലെ പേപ്പർ ആര് പിടിച്ചു? കമ്പ്യൂട്ടർ പിടിച്ചാൽ ആർക്കാ സ്കോർ? ആ ഒരു ഗെയിം അറിയാലോ. അപ്പം ആരായിരുന്നു സ്കോർ? കമ്പ്യൂട്ടറിനായിരിക്കും. അതേപോലെ തന്നെ
പേപ്പറും സ്റ്റോണും ആണെങ്കിൽ ആയിരിക്കും യൂസറിനായിരിക്കും. പിന്നെയാണ് വരുന്നത്, ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരും. ഓക്കെ, അതല്ല, ഇതൊന്നും അല്ലെങ്കിൽ എന്നർത്ഥം അവർ ഡ്രോ ആണെന്ന് അർത്ഥം. എന്താണ്, ഒരാൾ ചേർന്ന് രണ്ടാളും എന്തായിരിക്കും സ്റ്റോൺ പിടിച്ചിട്ടുണ്ടാവും, രണ്ടാളും പേപ്പർ പിടിച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം കോമ്പിനേഷൻ ഒക്കെ ഇല്ലല്ലോ, രണ്ടും സെയിം പിടിക്കുമ്പോൾ എന്ത് എവിടത്തേക്ക് വരും, എൽസിലേക്ക് വരിക. അപ്പൊ എന്താണ്, ആക്ച്വലി സ്കോർ ആർക്കും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ അപ്പൊ എന്തായി, ഇപ്പൊ നമുക്ക് എന്തായി, നമ്മൾ മെയിൻ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ആ ഒരു സിസേഴ്സും സ്റ്റോൺ ഒക്കെ കമ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇല്ല ഈ ഒരു ഗെയിമിൽ, ഇപ്പോഴത്തെ കളിച്ച ഗെയിമിൽ ആരാ വിൻ ചെയ്യുന്നതെന്ന് കൊടുക്കണം. അതിന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നമ്മൾ ഉറപ്പായിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഏത് ഇഫ് കണ്ടീഷനിലാണ് കയറുന്നത്, ആ ഇഫ് കണ്ടീഷനിൽ ഏത് യൂസറാണ് ജയിച്ചത് അത് നമുക്ക് തിരികല്ലോ. ആ യൂസർ നമ്മൾ എന്ത് ചെയ്യും, ആ യൂസറിന് ഏത് യൂസറാണ് കമ്പ്യൂട്ടർ ആണെന്നുള്ളത് നമ്മൾ ഒരു വേരിയബിൾ സ്റ്റോർ. അപ്പം ഹൂ വോൺ. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമ്മൾ എന്ത് കൊടുക്കുന്നു, നണ്ണ് കൊടുക്കുന്നു. കാരണം വെച്ചാല് അത് ഞാൻ പറയാം, അത് എന്തുകൊണ്ടാണ് നണ്ണ് കൊടുക്കാൻ കാരണം വെച്ചാല്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ കയറിയാൽ, ഇപ്പൊ ഈ ഒരു കേസ് കയറിയാൽ ആരാണ് വിൻ ചെയ്തത്, ഞാൻ എന്തേക്കും ഹൂ വോൺ ആര് കൊടുക്കും, കമ്പ്യൂട്ടറിന് കൊടുക്കും. ഇതിലോ, ഇതിലാരായിരിക്കും ഈ ഹൂ വോൺ എന്നുള്ള വേരിയബിളിലേക്ക് ആര് സ്റ്റോർ ചെയ്യും, യൂസർ ആയിരിക്കും. ഇതായിരിക്കും യൂസർ തന്നെയാണ്. ഇതിലാരായിരിക്കും, കമ്പ്യൂട്ടർ ആയിരിക്കും. ഇതിലാരാണ്, കമ്പ്യൂട്ടർ തന്നെ. ഇതിലാരായിരിക്കും, യൂസർ ആയിരിക്കും. ഓക്കെ അല്ലേ. പിന്നെ അതല്ല, ഇതൊന്നും അല്ല എങ്കിൽ എന്നാ ആക്ച്വലി അർത്ഥം, ഡ്രോ ആണെന്നല്ല അർത്ഥം. അപ്പൊ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നണ്ണ് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ എങ്ങനെയാ വെച്ചാല്, ആ ഒരു ഹൂ ആണെന്നുള്ളത് നണ്ണാണെങ്കിൽ ഗെയിം ഡ്രോ എന്നുള്ളത് പറയും. ഇനി അതല്ല, നണ്ണല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി ഏതോ യൂസർ വിൻ ആയിട്ടുണ്ട്, ആ യൂസർ നമ്മൾ കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കൊടുക്കും, ഈ ഹൂ ആണ് എന്താണ്, ഈക്വൽ ടു നണ്ണാണെങ്കിൽ, അഥവാ എന്താണ് ആ ഒരു വാല്യൂ നണ്ണാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം ഗെയിം റിസൾട്ട് ഡ്രോ. ഓക്കെ, ഇനി അടുത്തത് നണ്ണല്ലാങ്കിലാണ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് എൽസിലേക്ക് വരിക. നണ്ണല്ലെങ്കിൽ എന്നർത്ഥം ഏതോ ഒരു യൂസർ വിൻ ആയിട്ടുണ്ട്, അഥവാ നമ്മൾ ഈ സ്റ്റോർ ചെയ്തായിരിക്കും അതിലുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് പറയാം പ്രിന്റ് ഗെയിം റിസൾട്ടിലേക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ഏത് യൂസർ ആണെന്നുള്ളത്. അങ്ങനെയാ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനുള്ളിൽ ഹൂ ഓണുള്ളതിലേക്ക് എന്ത് ചെയ്യാം, ദിസ് അഥവാ യൂസർ ഈസ് വോൺ, വിൻ ചെയ്തു. മനസ്സിലായില്ലേ. കാരണം ഇവിടെ ആരാണ്, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഈസ് വോൺ, അപ്പൊ ആ രീതിയിൽ കാണിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കറണ്ട് ഗെയിമിന്റെ റിസൾട്ടും കൂടി നമുക്ക് എന്താക്കാൻ പറ്റി, ഇവിടെ എന്താ ഷോ ചെയ്യാൻ പറ്റി. ഓക്കെ, പിന്നെയാണ് എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഏത് യൂസറാ വോൺ ചെയ്തില്ല അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായി, ഇപ്പൊ ഇങ്ങനെയായി. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു ഗെയിം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള സംഭവം നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എന്തെങ്കിലും എറർ ഉണ്ടോ, എന്താണ് അവസ്ഥ എന്നല്ല നമുക്ക് നോക്കാം. ഓക്കെ, ആ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, സി നിൽക്കാം. യെസ്, കറണ്ട് സ്കോർ എന്താണ്, 0-0 ആണ്. ചൂസ് ഏതെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നു, സ്റ്റോൺ ചൂസ് ചെയ്തു. യാ, ഗെയിം റിസൾട്ട് കമ്പ്യൂട്ടർ ഈസ് വോൺ. അപ്പൊ എന്താണ് അർത്ഥം, അപ്പം സ്റ്റോണ് നമ്മൾ പിടിച്ചു, അപ്പൊ കമ്പ്യൂട്ടർ വേറെ ഏതോ സ്റ്റോണിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയ എന്താ ഉള്ളത്, സ്റ്റോണിന് പേപ്പർ ഉണ്ട്, അപ്പൊ പേപ്പറാണ് കമ്പ്യൂട്ടർ പിടിച്ചത്. സോ നമുക്ക് ഇപ്പം മനസ്സിലാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഏതാ പിടിച്ചതെന്നില്ല നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് യൂസറിന്റെ ആ ഒരു ഇത് പോയില്ലേ, ഐ മീൻ ആ ഒരു യൂസർ ഇന്റർഫേസിന്റെ ഇത് പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഈ ഒരു ഫിഗർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഷോ ചെയ്ത് കാണിക്കാം ഏതാണ് പിടിച്ചിരുന്നില്ലത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി എന്താക്കാം, നമുക്ക് നമുക്ക് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് യൂസർ ആക്ഷൻ എന്താണ്, ഈക്വൽ ടു സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവാണെങ്കിൽ പ്രിന്റ് എന്ത് ചെയ്യാം, സ്റ്റോൺ ഫിഗർ എന്നിട്ട് കൊടുക്കാം. അപ്പൊ അത് ഇപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 3 ഇഫ് കണ്ടീഷൻ എഴുതേണ്ടി വരും. അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് 3 ഇഫ് കണ്ടീഷൻ എഴുതേണ്ടി വരും. വെച്ചാല് ഇതേ സാധനം ഇപ്പൊ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. ഇപ്പം എൽഇഫ് യൂസർ ആക്ഷൻ ഈക്വൽ ടു എന്താണ്, പേപ്പർ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, പ്രിന്റ് പേപ്പർ ഫിഗർ. അതേപോലെ തന്നെ ഇതൊന്നും അല്ലെങ്കിൽ എന്താണ്, സിസേഴ്സ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, പ്രിന്റ് സിസേഴ്സ് ഫിഗർ.
അപ്പൊ എന്താ ഇപ്പൊ ആക്ച്വലി എന്ത് പ്രിന്റ് ചെയ്യും? യൂസറെ സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യും. ഓക്കെ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇതേ സംഭവം എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഇവിടെ തന്നെ വീണ്ടും എഴുതേണ്ടി വരും. വീടാക്കി ഇവിടെ തന്നെ എഴുതേണ്ടി വരും. അത് ഭയങ്കര ചൊറയാണ്. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു സംഭവം റിപ്പീറ്റ് ആയിട്ട് എഴുതുവാണ്. ഈ ഒരു കേസിലാണ് നമ്മൾ എന്താ പഠിച്ചത്? ഫംഗ്ഷൻ പഠിച്ചത്. അപ്പൊ നമുക്ക് എന്താ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ എന്താ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്ത് ഡിഫ് ഫൈൻഡ് ഫിഗർ, ഇനി പ്രിന്റ് ഫിഗർ എന്ന് കൊടുക്കാം. പ്രിന്റ് അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് കൊടുക്കാം. കുറച്ചും പറ്റും. ഫൈൻഡ് ഫിഗർ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ ആ ഒരു പാരാമീറ്റർ നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ ഇഫ് കണ്ടീഷൻ ആണല്ലോ എഴുതുന്നത്. അപ്പൊ പാരാമീറ്റർ ആര് വേണം? ഈ ഒരു വാല്യൂ അഥവാ ഏതാണ് സെലക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടൈപ്പ് നട്ട് കൊടുക്കാം. സെലക്ടഡ് ടൈപ്പ് നട്ട് കൊടുക്കാം. എന്ത് ചെയ്യാം? ഈ സെലക്ടഡ് ടൈപ്പ് ഈക്വൽ ടു എന്താണെങ്കിൽ ഇത് താഴെ കൊടുക്കുക. കാരണം നമുക്ക് സെലക്ടഡ് ടൈപ്പ് ഈക്വൽ ടു സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ സ്റ്റോൺ ഫിഗർ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെലക്ടഡ് ടൈപ്പ് ഈക്വൽ ടു പേപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും എന്ത് ചെയ്യും? സ്റ്റോൺ സോറി പേപ്പർ ഫിഗർ. ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും? സിസേഴ്സ് ആയിരിക്കുമല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ റിട്ടേൺ ചെയ്ത് എന്തായിരിക്കും? സിസേഴ്സ് ഫിഗർ ആയിരിക്കും. സംഭവം എന്താ? ഇപ്പൊ എന്താ എനിക്ക് ജസ്റ്റ് ഈ സംഭവം ഞാൻ ഫംഗ്ഷൻ ആക്കി വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ഫിഗർ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫംഗ്ഷൻ ഉള്ളതിന്റെ ആ ഒരു ശരിക്കും യൂസ് കേസ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പൊ എന്താ നമുക്ക് ഇനി ഫൈൻഡ് ഫിഗർ എന്നില്ല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? എഫില് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? എന്ത് ചെയ്യാം? യൂസർ സെലക്ടഡ് യൂസർ ആക്ഷൻ. അത് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷനെ കോൾ ചെയ്യാം. വിത്ത് എന്ത് പാരാമീറ്റർ ആര് കൊടുക്കാം? ഇതിന് കൊടുക്കാം. അപ്പൊ എന്ത് ഇവിടെ എന്ത് ചെയ്യാം? ആ ഒരു സംഭവം പ്രിന്റ് ആയിക്കോളും. ഇനി അടുത്ത എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ചെറിയൊരു ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് കമ്പ്യൂട്ടർ സെലക്ടിങ് ചൂസിനകത്ത് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ അടിയിലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇതിന്റെ അടിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റില് നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ ആക്ഷനകത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പ്യൂട്ടറിന്റെ ആക്ഷൻ ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ എന്താ കുറച്ചും കൂടിയും നല്ലൊരു ഫോർമാറ്റിലായി മാറിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്. ഓക്കെ. ഓക്കെ. നമുക്കൊന്ന് ഓക്കെ സി കൊടുക്കാം. ഏതാണ്? സ്റ്റോൺ. യെസ്. എന്താണ്? ഞാൻ സെലക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ് ഇത്. അതേപോലെ കമ്പ്യൂട്ടർ ചൂസ് ഏതായിരുന്നു? ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം കമ്പ്യൂട്ടർ ഇതെന്തായിരുന്നു? സ്റ്റോൺ ആയിരുന്നു. സോ എന്താണ്? ഗെയിം ഡ്രോ ആയി മാറി. നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ. ഞാൻ വീണ്ടും എന്നാ ചെയ്തു? സ്റ്റോൺ തന്നെ സെലക്ട് ചെയ്തു. അത് കമ്പ്യൂട്ടർ സ്റ്റോൺ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഓക്കെ. വീണ്ടും എന്ത് ചെയ്തു? ഞാൻ സ്റ്റോൺ തന്നെ സെലക്ട് ചെയ്തു. യെസ്. കമ്പ്യൂട്ടർ എന്താ സെലക്ട് ചെയ്തത്? സിസേഴ്സ് ആണ്. സോ എന്ത് ചെയ്യും? ഞാനായിരിക്കും വിൻ ചെയ്യുക. ഓക്കെ. വീണ്ടും ഗെയിം കളിച്ചു നോക്കാം. പേപ്പർ സെലക്ട് ചെയ്തു. കമ്പ്യൂട്ടർ പേപ്പർ ആയിരുന്നു. ഓക്കെ. വീണ്ടും ഡ്രോ. ഞാൻ വീണ്ടും പേപ്പർ സെലക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ആരാണ്? സ്റ്റോൺ ആണ്. അപ്പൊ ആര് വിൻ ചെയ്തു? ഞാൻ വിൻ ചെയ്തു. അപ്പൊ കറണ്ട് സ്കോർ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. സി എന്താണ്? 2 ആണ് കറണ്ട് സ്കോർ. ഓക്കെ. അപ്പൊ കറണ്ട് സ്കോർ ഇവിടെ കൊടുക്കാം അല്ലെ? കുറച്ച് മുകളിലായിട്ട് കൊടുക്കാം. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക. നമുക്ക് എവിടെ കൊടുക്കാം? ഇവിടെ കൊടുക്കാം. ഓക്കെ. ഓക്കെ അല്ലേ? നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. എന്താ കറണ്ട് സ്കോർ കാണിച്ചു? സി സ്റ്റോണ് ആര് വിൻ ചെയ്തു? കമ്പ്യൂട്ടർ ആണ് വിൻ ചെയ്തത്. അപ്പൊ എനിക്ക് എന്തായി? കമ്പ്യൂട്ടറിന് ഒരു സ്കോറായി, യൂസറിന് ഇതായി. ഓക്കെ. അപ്പൊ എന്താ ഇതെന്തായി? ഇപ്പൊ ഞാൻ ഇനി ഇവിടെ എക്സിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? പ്രോഗ്രാം ക്ലോസ് ആയില്ലേ? ആ പ്രോഗ്രാം ക്ലോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ ഗെയിമിൽ ആരാണ് ടോട്ടൽ വിൻ ചെയ്യുന്നില്ല നമുക്ക് കൊടുക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ലാസ്റ്റ്. അത് ഈ ഒരു വൈൽ ലൂപ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ. വൈൽ ലൂപ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് ഓക്കെ എന്ത് ചെയ്യാം?
ഈ നമുക്ക് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം വെച്ചാല് ഏത് ഏത് വേരിയബിളിനാണോ ഏത് കമ്പ്യൂട്ടർ സ്കോറിനാണോ യൂസർ സ്കോറിനാണോ ഏറ്റവും കൂടുതൽ വാല്യൂ ഇല്ലത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, ഈ യൂസർ സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്കോർ ആണെങ്കിൽ, കമ്പ്യൂട്ടറിനെക്കാളും കൂടുതലാണെങ്കിൽ ആരാ വിജയിച്ചിട്ടുണ്ടാവുക, യൂസർ. സോ നമുക്ക് എന്ത് ചെയ്യും, ഫൈനൽ റിസൾട്ട് യൂസർ വോൺ വിത്ത് എത്രയാണ് സ്കോർ തന്നെ കൊടുക്കാം, നമുക്ക് എത്ര സ്കോറിലാണ് ജയിച്ചതെന്ന്. യൂസർ സ്കോർ ഓക്കെ. നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് LEF കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി കമ്പ്യൂട്ടറിന്റെ സ്കോർ ആണ് വലുത് നോക്കാം. നമുക്ക് അതിന് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സ്കോർ ഗ്രേറ്റർ ദാൻ യൂസർ സ്കോർ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ സെയിം സംഭവം തന്നെ പ്രിന്റ് ചെയ്യാം. അതിൽ ആരായിരിക്കും, കമ്പ്യൂട്ടർ സ്കോർ ആയിരിക്കും. ഓക്കെ. ഇനി അതല്ല ഇതൊന്നും അല്ല എങ്കിൽ അല്ലെങ്കിൽ യൂസറിന്റെ വാല്യൂ ഗ്രേറ്ററും അല്ല കമ്പ്യൂട്ടറിന്റെ വാല്യൂ ഗ്രേറ്ററിലേക്ക് നടത്തുന്നതാണ്, ഇതിന്റെ എൽസ് ആയിരിക്കും വരിക, ഇത് രണ്ട് ഈക്വൽ ആകുന്ന സമയത്തായിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്താണ്, ഗെയിം ഡ്രോ ആണെന്നാണ്. ഫൈനൽ ഔട്ട്പുട്ട്, ഫൈനൽ റിസൾട്ട് ഗെയിം ഡ്രോ. ഓക്കെ, ഗെയിമിന്റെ ഡ്രോ ആയി. ഇത് നമുക്ക് എന്ത് വേണം കാണിക്കാം, ഡ്രോ ആണെങ്കിൽ സ്കോറിനെ കുറിച്ച് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്താണ് സ്കോർ കാണിക്കണ്ട. ഓക്കെ. ഇങ്ങനെ ഇനിയിപ്പോ എക്സിറ്റ് ആവുന്ന സമയത്ത് ഏതാണ് ഓവറോൾ ആയിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്നായിരിക്കും ഇവിടെ കാണിക്കും. അപ്പൊ എന്തായി, ഇപ്പം കുറച്ചും കൂടി നല്ല ഒരു ഇതായി മാറി. നമുക്ക് ന്യൂസ് എടുക്കാം. സി, അയ്യോ, ഫസ്റ്റ് ഓഫ് ഓൾ എക്സിറ്റ് ഞാൻ മാറിപ്പോയി. ഓക്കെ, എഗെയിൻ നമുക്ക് റൺ ചെയ്യാം. സി, സോറി, വൈ ആണല്ലേ. ഓക്കെ, സി എന്നല്ലേ, സി സ്റ്റോണ് ആദ്യത്തെ സ്കോർ 1. അതേപോലെ വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. സിസേഴ്സ് എടുത്തിട്ടാണ് പരാതി ഉണ്ട്. സിസേഴ്സ് വീണ്ടും ഞാൻ തന്നെയാണ് ജയിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ജയിച്ചു. വീണ്ടും കമ്പ്യൂട്ടർ അല്ല, ഡ്രോ ആണ്. സി, യെസ്, അഗൈൻ ഡ്രോ, അഗൈൻ ഡ്രോ, വെരി ഇൻട്രസ്റ്റിംഗ്. അഗൈൻ ഡ്രോ, 4 ടൈംസ് ആയി ഡ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. അഗൈൻ ഡ്രോ. ഓ, ഇപ്പൊ ആദ്യ യൂസർ ഉണ്ടായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഇനിയിപ്പോ എക്സിറ്റ് ചെയ്ത് നോക്കാം. എക്സ് കൊടുത്തിട്ട് നമുക്ക് എന്തായി, ഫൈനൽ റിസൾട്ട് യൂസർ വോൺ വിത്ത് സ്കോർ 3 എന്നുണ്ട്. 3 സ്കോർ അല്ല, സ്കോർ 3. യൂസർ സ്കോർ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ അല്ലേ. ഇപ്പൊ എന്താ, നമ്മൾ ഗെയിം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കാണെങ്കിൽ ഒരു സംഭവം കൂടി ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് ഈ തിങ്കിങ് എന്ന സംഭവം ഇല്ലേ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ കമ്പ്യൂട്ടർ ചൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീല് പോലെ കൊടുത്താൽ വെച്ചാല് ഇത് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു കുറച്ച് സമയം ടൈം കൊടുത്തിട്ട് നെക്സ്റ്റ് കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. അപ്പൊ അതുപോലെ ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് വേണം കൊടുക്കാം. അതിന് എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഡിലേ വെച്ചാല് ഈ സംഭവം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്, സ്ലീപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് എത്ര സെക്കൻഡ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ സെക്കൻഡ് എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യും. അതെന്ന് വെച്ചാൽ സ്ലീപ്പ് എന്നുള്ളതാണ്. മനസ്സിലാം. ഓക്കെ ഓക്കെ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അതിനുമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ടൈം. ഐ തിങ്ക് ടൈം ഇതിൽ തന്നെയാണ് സ്ലീപ്പ് എന്നുള്ളത്. ഓക്കെ, സ്ലീപ്പ് ഉണ്ടോ, സ്ലീപ്പ് എന്ത് ചെയ്യാം, സെക്കൻഡ് എത്ര കൊടുക്കുക, ഞാൻ 2 സെക്കൻഡ് ആ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് കൊടുത്താന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈനിൽ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് ചെയ്യും. ഇത് എന്തിനാ കൊടുത്തത് വെച്ചാൽ ആ ഒരു കുറച്ചും കൂടി നല്ലൊരു രസമാക്കാൻ വേണ്ടി വെച്ചാൽ ഈ ചൂസ് ചെയ്യുന്ന ആ ഒരു തിങ്കിങ്, അതായത് കമ്പ്യൂട്ടർ തിങ്കിങ്ങിൽ നോക്കാം. ഓക്കെ, ഇത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ ഞാൻ സീന്ന് കൊടുത്തു, എന്നിട്ട് ഞാൻ സ്റ്റോൺ സെലക്ട് ചെയ്തു. കണ്ടോ, കമ്പ്യൂട്ടർ ചൂസ് ചെയ്യാണ്, ടൈം എടുത്ത് ചൂസ് ചെയ്യുന്നു, പേപ്പർ കിട്ടുന്നു. ആ ഒരു രീതി കുറച്ചും കൂടി നല്ലൊരു രസമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പം എനിക്ക് ഐ തിങ്ക് ഇതാണ് ഓവറോൾ നമ്മളെ പ്രൊജക്ട് വരുന്നത്. ഇതിലിപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ഇതിലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെച്ചാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് ആവണമെന്ന് ചോദിക്കുന്നു. അത് ആക്ച്വലി എനിക്ക് വേണ്ട, കാരണം ഫസ്റ്റ് ടൈം തന്നെ ഒരാൾ ഗെയിം കയറുമ്പോൾ എക്സിറ്റ് ആണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല.
രണ്ടാമത്തെ റൗണ്ട് മുതൽ സംഭവം ചോദിച്ചാൽ മതി. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ ഞാനൊന്ന് ഇതിൽ തന്നെ വേണമെങ്കിൽ ചെയ്തു തരാം. വെച്ചാല് ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് ചെയ്യണ്ട. അപ്പൊ എന്താ ചെയ്താൽ മതി, നമുക്ക് എത്ര ഐട്രേഷൻ ആണ് ഉള്ളത് നമുക്ക് ഇന്ന് കൗണ്ട് ചെയ്താൽ മതി. വെച്ചാല് ഞാൻ എക്സ്റ്റേണൽ വേരിയബിൾ എടുക്കുന്നു, ഐറ്ററേഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഷോ എക്സിറ്റ് എന്നുള്ള എന്ത് ചെയ്യാം, ക്യാൻ ഷോ എക്സിറ്റ് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ എന്താ ചെയ്യുക, ഇനീഷ്യൽ എന്ത് ചെയ്തു, ഫോൾസ് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു സംഭവം ട്രൂ ആണെങ്കിൽ മാത്രമേ എന്താക്കാൻ പാടുള്ളൂ, ഈ ഒരു 1 to x എന്ന് പറഞ്ഞ സംഭവം ഷോ കാണിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാല് ഈ ക്യാൻ ഷോ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് കാണിക്കുക, ഈ ഒരു ഫുൾ ആയിട്ടുള്ളത് വർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇപ്പൊ ഇനീഷ്യലി ചിന്തിക്കുക, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഫോൾസ് ആണ്, നേരെ വന്നു എന്താണ്, ഇഫ് ക്യാൻ ഇത് ട്രൂ ആണോ, അല്ല. അപ്പൊ എന്തായി, നേരെ ഇത് ചോദിക്കൂല, നേരെ താഴേക്ക് വന്നു. എന്നിട്ട് എന്താ യൂസറോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ സംഭവം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, നമ്മള് ക്യാൻ ഷോ എന്നുള്ള സംഭവം എന്ത് ചെയ്യും, ട്രൂ എന്ന് വെച്ച് കൊടുക്കും. എന്ന് വെച്ചാൽ നെക്സ്റ്റ് റൗണ്ട് മുതൽ എന്ത് ചെയ്യാം, എക്സിറ്റ് ആവോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് ഷോ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഫസ്റ്റ് റണ്ണിൽ തന്നെ എന്താന്ന് ചോദിക്കുന്നില്ല, സെക്കൻഡ് ഇത് മുതൽ എന്താവും ആ ഒരു സംഭവം ചോദിക്കും. ഓക്കെ, കണ്ടോ, സെക്കൻഡ് ഐട്രേഷൻ മുതൽ ആ സംഭവം ചോദിക്കും. സോ ഇത് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആക്കി ഞാനിത്. സോ ആക്ച്വലി ഇത്രയാണ് നമ്മൾ ആ ഒരു പ്രൊജക്ടിന്റെ ഓവറോൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്. സംഭവം നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലിപ്പോൾ ആക്ച്വലി നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇങ്ങനെ എക്സ്ട്രാ വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്ന് പഠിച്ചു. അതേപോലെ തന്നെ എന്താ പഠിച്ചു, സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ യൂസ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച സംഭവം തന്നെയാണ് ഈ ഫോർ ലൂപ്പ് കാര്യങ്ങൾ വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണ്. അതേപോലെ നമ്മൾ വൈൽ ലൂപ്പ് സംഭവങ്ങളൊക്കെ, അതേപോലെ തന്നെ ഒരു സംഭവം എങ്ങനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള സംഭവം ഒക്കെ, ഒരു കണ്ടീഷൻ വെച്ച് ബ്രേക്ക് ചെയ്യാന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഒരു സംഭവം ഇത്രയും കണ്ടീഷൻ നിങ്ങൾ ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ ഈ കണ്ടീഷൻ നിങ്ങൾക്ക് തറവായെന്നാണ്. ഈ ഒരു സംഭവം നിങ്ങൾ നോക്കാണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ എൽഇഫ് ഒക്കെ സെറ്റ് ആയി നടത്തും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫൈനൽ വീഡിയോ. അപ്പം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അതിൽ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അതേപോലെ തന്നെ ഇതിലും എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിൽ അപ്ഡേറ്റഡ് ആക്കുക. എഫിഷ്യന്റ് അല്ല, കുറച്ചും കൂടിയും കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ ലോജിക്കലി എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യുക. ഓക്കെ, കാരണം അങ്ങനെ ആയിരിക്കും നിങ്ങളെ ആ ഒരു ലോജിക് കപ്പാസിറ്റി കൂടുക. ഓക്കെ, തിങ്ക് കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ ഈ രീതി ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടപ്പ് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഗെയിംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.